കൊച്ചിയിൽ മോഡലിംഗിന്റെ മറവിലെ സെക്സ് റാക്കറ്റ് കേസിൽ പ്രതികളെ കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. അലീന, മഞ്ജിമ എന്നിവരെയാണ് നാളെ വൈകിട്ട് 5 മണി വരെയും കസ്റ്റഡിയിൽ വിട്ടത്. എറണാകുളം ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെയാണ് നടപടി. പ്രതികളുടെ സാന്നിധ്യത്തിൽ ഫോൺ രേഖകളും പണമിടപാടുകളും പരിശോധിക്കണമെന്നും പോലീസ് വ്യക്തമാക്കി. വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ഡാനി, എന്തായാലും ഈ കൊച്ചി സെക്സ് റാക്കറ്റ് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുകയാണ്. അതിനിടെ പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയിട്ടുണ്ട്. എന്തൊക്കെ ഇവരിൽ നിന്നും ചോദിച്ചറിയുകയാണ് ലക്ഷ്യം? പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടുണ്ട്, മറ്റ് ഫോൺ ഇടപാട്, ഇവരുടെ മറ്റു ബന്ധങ്ങൾ. പോലീസ് നടപടി എന്തായിരിക്കും? ടോം, ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞയിടെ ഇവർ തമ്മിൽ നടത്തിയ പണമിടപാട് സംബന്ധിയായ കാര്യങ്ങളിൽ കുറെ കൂടി വ്യക്തത വന്നിട്ടുണ്ട്. അത് ഈ സംഘം കഴിഞ്ഞ കുറച്ച് നാളുകളായി പരസ്പരം പണം കൈമാറുന്നതും എല്ലാമായിട്ട് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയാണ് എന്നെല്ലാം തന്നെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അത് ഈ മോഡലുകളെ ഇവിടെ നിന്ന് കയറ്റി അയക്കുന്ന സമയത്താണോ ഈ പണം നൽകിയിരിക്കുന്നത്, അതോ മറ്റ് വേറെ ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണോ പണം കൈമാറിയിരിക്കുന്നത് എന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഇന്നിപ്പോൾ പ്രതികളായ അലീന, മഞ്ജു എന്നിവരെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിച്ചിട്ടുണ്ട്. നാളെ വൈകിട്ട് 5 മണി വരെയാണ് കസ്റ്റഡി അനുവദിച്ചിട്ടുള്ളത്. 3 ദിവസത്തെ കസ്റ്റഡിയാണ് ആവശ്യപ്പെട്ടതെങ്കിലും ഈ സമയമാണ് കസ്റ്റഡി നൽകിയിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും മറ്റു പ്രതികളായ സിന്ധു എന്ന സ്റ്റോയ്സി, ഒപ്പം തന്നെ ബിലാൽ, ഈ 2 പേരെ കൂടി ചോദ്യം ചെയ്യാനായിട്ട് കസ്റ്റഡി അപേക്ഷ നൽകുന്നത്. ഇവരെ കൂടി ചോദ്യം ചെയ്താൽ മാത്രമേ, ഈ 4 പേരുടെയും ചോദ്യം ചെയ്യൽ പൂർത്തിയായാൽ മാത്രമേ ഇത് സംബന്ധിച്ചൊരു വ്യക്തതയിലേക്ക് കടക്കാനായിട്ട് പോലീസിന് സാധിക്കുകയുള്ളൂ. നിലവിൽ വിദേശത്തുള്ള 2 പ്രതികളെ നാട്ടിലെത്തിക്കുവാനുള്ള, ഷംനയും റഹ്മത്തിനെയും നാട്ടിലെത്തിക്കുവാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. അതേസമയം പുതിയ പരാതികൾ, വലിയ രീതിയിലുള്ള പരാതികൾ ഉണ്ടാകും, കൂടുതൽ പരാതികൾ വരും എന്നതെല്ലാം തന്നെ പോലീസ് തുടക്കത്തിൽ പറഞ്ഞുവെങ്കിലും ഈ ദിവസങ്ങളായിട്ടും 2 പരാതികൾ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിലുള്ളത്. അത് എന്തുകൊണ്ടാണ്? കൂടുതൽ പരാതികൾ ആരും നൽകാത്തതാണോ, ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണികൾ നിലനിൽക്കുന്നുണ്ടോ എന്നെല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ട്. ഒപ്പം ഇവരെ ഗുണ്ടാബന്ധങ്ങൾ സംബന്ധിയായ കാര്യങ്ങൾ അതുകൂടി പോലീസിന്റെ പരിശോധനയിലുണ്ട്. വൈകാതെ ഈ ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ടോം. യെസ് ഡാനി, ഇതോടൊപ്പം 2 പേരെ കൂടി ഇനി പിടികൂടാനുണ്ട്. യുവതികളെ നാട്ടിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട പോലീസിന്റെ നീക്കങ്ങൾ എങ്ങനെയാണ്? അതോടൊപ്പം കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമോ? ടോം, പ്രതികളെ നാട്ടിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ, പോലീസ് നടപടികൾ പുരോഗമിക്കുകയാണ്. കാരണം ഇവരെല്ലാം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യൽ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അവരെ നാട്ടിലെത്തിക്കാനുള്ള നടപടികളിലേക്ക് കടക്കണം. ഒപ്പം അവരുമായിട്ട് പ്രതികൾ നടത്തിയിരുന്ന ഇടപാടുകൾ ഇതുകൂടി സ്ഥിരീകരിക്കപ്പെടേണ്ടതുണ്ട്. ഈ സാമ്പത്തിക കാര്യങ്ങൾ മാത്രമല്ല, ഈ റിക്രൂട്ട്മെന്റ് അടക്കമുള്ള കാര്യങ്ങളിൽ അവർ ഏത് രീതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടായിരുന്നു, വിദേശത്ത് ഇവർ നടത്തിയ ഇടപാടുകൾ എന്തെല്ലാമാണ് എന്നത് ഇപ്പോഴും സംശയത്തിൽ നിൽക്കുന്നത്, പോലീസിന് വരുമ്പോൾ സംശയത്തിൽ നിൽക്കുന്നത് ഈ കൂടുതൽ ഇരകൾ ഉണ്ട് എന്ന് ഇവർ പറയുമ്പോൾ പോലും മറ്റു ഇരകളിലേക്ക് നീങ്ങാത്തത്, അല്ലെങ്കിൽ പരാതികളിലായിട്ട് മുന്നോട്ട് വരാത്തത് പോലീസിന് സംശയം ജനിപ്പിക്കുന്നുണ്ട്. എങ്കിലും ഈ വന്ന പരാതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് ജെന്യുവിനിറ്റി ഉള്ളതാണ് എന്ന് പോലീസ് തീർത്ത് പറയുന്നുമുണ്ട്. ഏതായാലും ഇത്തരം കാര്യങ്ങൾ കൂടുതൽ സ്ഥിരീകരണങ്ങൾ വരേണ്ടിയിരിക്കുന്നു. ഏത് രീതിയിലാണ് കഴിഞ്ഞ കുറെ നാളുകളായി ഇവരിവിടെ ഈ രീതിയിൽ പ്രവർത്തിക്കുന്നതായിരുന്നു എന്നതെല്ലാം തന്നെ പറയുന്നുണ്ട്. അപ്പം ഈ പരാതിക്കാർ അവർ വിദേശത്ത് എത്ര കാലം ഉണ്ടായിരുന്നു എന്നത് സംബന്ധിയായ കാര്യങ്ങളിലും പോലീസ് അന്വേഷണം തുടരുകയാണ്. ടോം. യെസ്, വ്യക്തമാണ്. ഡാനി പോളാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ മോഡലിംഗിന്റെ മറവിലെ സെക്സ് റാക്കറ്റ് കേസിൽ പ്രതികളെ നാളെ വൈകിട്ട് 5 മണി വരെയാണ് കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ഇവരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. ഇവരുടെ ബന്ധങ്ങൾ, സാമ്പത്തിക ഇടപാടുകൾ, ഫോൺ രേഖകളടക്കം വിശദമായി പരിശോധിക്കുന്ന നടപടിയിലേക്ക് പോലീസ് നീങ്ങും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.